നിങ്ങൾ പ്രകൃതി എന്ന പിരമിഡിന്റെ അധിപനോ അതോ അതിലെ ഒരു കണ്ണി മാത്രമോ? ഈ ചോദ്യത്തിനാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: ഹ്യൂമൻസ് എക്സിസ്റ്റ് വിത്തിൻ നേച്ചർ ആസ് പാർട്ട് ഓഫ് എ നെസ്റ്റഡ് ഇന്റർകണക്റ്റഡ് ലിവിംഗ് സിസ്റ്റം. മൂന്നാം അധ്യായം, പ്രകൃതി സമഗ്ര നിലനിൽപ്പ് നമ്മുടെ സ്ഥാനവും എന്നുള്ള അധ്യായത്തില് പ്രകൃതിയിലെ നമ്മുടെ സ്ഥാനം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. എവിടെയാണ് പ്രകൃതിയിലെ നമ്മുടെ സ്ഥാനം? എന്താണ് നെസ്റ്റഡ് ഹൈറാർക്കി എന്ന ആശയം? എന്താണ് ഈ മൈക്രോയും മാക്രോയും തമ്മിലുള്ള ബന്ധം? ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ പ്രകൃതിയുടെ പാർട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു സിസ്റ്റമിക് നെറ്റ്വർക്കിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. വ്യവസ്ഥകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കി. അതിൽ നമ്മൾ നിൽക്കുന്ന സ്ഥാനം എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രകൃതിയുടെ, ഇപ്പോ പലരും പറയാറുണ്ട് ഞാൻ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നു എന്ന് പറയാറുണ്ട്. ഈ ഭൂമിയുടെ മുകളിലാണെന്നുള്ള സങ്കല്പം, അതായത് മണ്ണിന്റെ മുകളിലൂടെ നമ്മൾ നടക്കുന്നു, നമ്മൾ ഏത് സർഫസിന്റെയും മുകളിലാണ് കയറിയിരിക്കുക. നമുക്ക് തൂങ്ങി നിൽക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയല്ല നമ്മുടെ ഒരു ഘടന. നമ്മൾ മുകളിലാണ് നിൽക്കുക. അപ്പോ ഇത് നമ്മുടെ ഉള്ളിലെ മുകളിലാണ് നമ്മൾ എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുകളിലുള്ളതിനെ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ മുകളിലുള്ളതിനെ നമ്മൾ നോക്കുന്നില്ല. പലപ്പോഴും മനുഷ്യരുടെ പൊക്കത്തിനനുസരിച്ച് അവന്റെ ദൃഷ്ടി എവിടെയാണ് നിൽക്കുന്നത്, അവന്റെ കണ്ണുകൾ എവിടെയാണ് നിൽക്കുന്നത്, അവന്റെ ദൃഷ്ടിഗോചരമായിട്ടുള്ള ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ടാണ് അവന്റെ ലോകവീക്ഷണം ഉണ്ടാവുക, അല്ലെ? അപ്പോ മുകളിൽ നിൽക്കുന്നു എന്നുള്ള ധാരണയിലാണ് അവൻ എല്ലാത്തിനെയും കാണുന്നത്. അതിന് മുകളിലുള്ളതിനെ കാണാൻ അവന് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കില്ല. ഇത് പ്രകൃതിയുടെ തന്നെ മുകളിൽ, പ്രകൃതി എന്ന മഹാസംവിധാനത്തിന്റെ തന്നെ മുകളിലാണ് എന്നുള്ള ഒരു ധാരണ അവനുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്നു എന്നുള്ള ധാരണ കൊണ്ട് സത്യത്തിൽ ഭൂമിക്ക് എത്രയോ മുകളിൽ എത്രയോ പടവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അതായത് ഇപ്പോ അറ്റ്മോസ്ഫിയർ, അയഡോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ടോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പല സ്ഫിയറുകളായിട്ട് മുകളിൽ ഇങ്ങനെ വായുമണ്ഡലം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. വെറും വായുമണ്ഡലമല്ല, പലതരം അയോണുകളും ഒക്കെയുള്ള ഒരുപാട് സ്ഫിയറുകൾ നമ്മുടെ മുകളിലുണ്ട്. ഇതിന്റെയൊക്കെ അകത്ത് നമ്മൾ ജീവിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിലാണെന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ടെക്നിക്കലി വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. ശരിക്കും നമ്മൾ ഈ പ്രകൃതി എന്നുള്ള പിരമിഡിന്റെ, പ്രകൃതി എന്നുള്ള സംവിധാനത്തിന്റെ ആ പിരമിഡിന്റെ മുകളിലുള്ള അധിപരായി നിൽക്കുന്ന ഒരാളാണോ, അതോ ഈ നമ്മൾ ഇന്നലെ സംസാരിച്ച സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിങ്ങിന്റെ ഇടയിൽ എവിടെയോ നിൽക്കുന്ന ഒന്നാണോ എന്നുള്ളതാണ് നമ്മൾ അവിടെ അന്വേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയുടെ മുകളിലല്ല ജീവിക്കുന്നത്, അതിനുള്ളിലാണ് എന്നുള്ളതാണ്. ഒരു വലിയ സിസ്റ്റത്തിന്റെ അകത്തെ ഒരു ഘടകമാണ് മനുഷ്യൻ. അവൻ അതിന്റെ ഒരു പങ്കാളി, ഒരു പാർട്ടിസിപ്പന്റ്, ഒരു കണ്ണി, ചെയിൻ, ഒരു റിംഗ് മാത്രമാണ്. അവൻ അതിന്റെ റൂളർ അല്ല. ഈ ടോട്ടാലിറ്റി ഉണ്ടല്ലോ, പ്രകൃതി എന്ന് പറയുന്ന ടോട്ടാലിറ്റിയിലെ ആ സമഗ്രമായ സംവിധാനത്തിന്റെ ഒരു ബന്ധിതമായ കണ്ണി മാത്രമാണ് അവൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഇതിനെ നമ്മളൊരു നെസ്റ്റഡ് ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് വിശദീകരിക്കാറ്. നെസ്റ്റഡ് ഹൈറാർക്കി എന്ന് പറയുന്നത് നെസ്റ്റഡ് പാറ്റേൺ എന്ന് പറയുന്ന സിസ്റ്റമിക് തിങ്കിങ്ങിലെ ഒരു പാറ്റേൺ ആണ് സൂചിപ്പിക്കുന്നത്. നെസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെസ്റ്റ് എന്ന് വെച്ചാൽ കൂട്, നെസ്റ്റഡ് എന്ന് വെച്ചാൽ കൂടുകളായിട്ടുള്ള വിന്യാസം. ഹൈറാർക്കി എന്ന് വെച്ചാൽ സ്ഥാനശ്രേണി, സ്ഥാനക്രമം എന്ന് പറയുന്നത്. ഇപ്പൊ ഭരണത്തിൽ, ഇപ്പൊ നമ്മളൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഹൈറാർക്കി നമുക്ക് കാണാമല്ലോ, അല്ലെ? പ്രസിഡന്റ് താഴെ പ്രധാനമന്ത്രി, പിന്നെ അതിന് താഴെ കുറെ മന്ത്രിമാര്, അങ്ങനെയുള്ള ഒരു ഭരണ ശ്രേണി നമുക്ക് കാണാമല്ലോ. അല്ലെങ്കിൽ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രസിഡന്റ്, അതിനുശേഷം CEO, പിന്നെ അങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു നെസ്റ്റഡ് ഹൈറാർക്കി, കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള
അല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഹൈറാർക്കി. നെസ്റ്റഡ് എന്ന് വെച്ചാൽ കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള ഒരു ഹൈറാർക്കി. ഒന്നിന്റെ ഉള്ളിൽ ആണ് മറ്റൊന്ന് എന്ന ഘടന. ഇപ്പൊ എന്റെ ശരീരത്തിനകത്താണ് എന്റെ അവയവങ്ങൾ, ഞാനെന്നുള്ളത് ഭൗമ സംവിധാനത്തിന്റെ അകത്താണ്. അതിനിടയിൽ പല ലെവലുകളുണ്ട്. പറഞ്ഞാൽ പെട്ടെന്ന് പിടി കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. എന്നാലും ഭൂമി എന്ന ആ സംവിധാനത്തിന്റെ അകത്ത് ആണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കകത്താണ് എന്റെ അവയവങ്ങൾ നിലകൊള്ളുന്നത്. അവയവങ്ങൾക്കകത്താണ് കലകളുള്ളത്. കലകൾക്കകത്താണ് ഈ വിധത്തില് പ്രപഞ്ചം മുതൽ ആദിമൂല വസ്തു വരെ, ഏറ്റവും സൂക്ഷ്മമായ പദാർത്ഥം വരെയും ഈ വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് പദാർത്ഥ രൂപത്തിലുള്ള ഒരു ക്രമീകരണം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇപ്പോ നമ്മള് സിസ്റ്റം വ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ, സിസ്റ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ, സിസ്റ്റത്തിന്റെ 5 ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു, 5 തരം മാനങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഭൗതിക രൂപത്തെ കുറിച്ചാണ് ഈ പറഞ്ഞ നെസ്റ്റഡ് ഹൈറാർക്കി എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അത് മാത്രമല്ല, അതിലെ പ്രതിഭാസങ്ങളുടെ, അതായത് സംഘാടന സ്വഭാവമുണ്ട്. ഈ സംഘാടനം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ സംഘാടനത്തിന്റെ അകത്താണ് മറ്റൊന്നിനെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഉപരിയായ വ്യവസ്ഥയുടെ സംഘാടന നിയമങ്ങൾ അതിന്റെ അകത്തുള്ള എല്ലാത്തിലും ബാധകമാണ്. അതിനകത്തുള്ള സംഘാടന നിയമങ്ങൾ അതിന്റെ അകത്തേക്ക് ബാധകമാണ്. അതേപോലെ തന്നെയാണ് ഓരോന്നിന്റെയും ഈ ധർമ്മ പദ്ധതി, അതെന്ത് ചെയ്യണം എന്നുള്ള തീരുമാനിക്കുന്ന ധർമ്മ ആസൂത്രണ പദ്ധതി, നമ്മൾ അതിനെ മനസ്സെന്നാണ് വിളിച്ചത്. ഈ മനസ്സെന്ന് പറയുന്നതും ഇതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ ആ പ്ലാനിങ് പ്രോഗ്രാമിലുണ്ട്. മനസ്സെന്ന് പറയുമ്പോൾ ഞാൻ ചക്കയെ കുറിച്ച് ആലോചിച്ചു, മസാല ദോശയെ കുറിച്ച് ആലോചിച്ചു എന്ന് പറയുന്ന മനസ്സല്ല കേട്ടോ. ഇത് മൊത്തം ധർമ്മം എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്ന ആസൂത്രണ സംവിധാനമാണ്. അതിലെ ഒരു ഭാഗമാണ് എനിക്ക് വിശക്കുന്നു, എനിക്ക് രുചികരമായ ഒരു കാര്യം കഴിക്കണം, ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് നല്ല മസാല ദോശ കിട്ടിയപ്പോൾ ഇന്നും മസാല ദോശ കഴിക്കണം എന്നുള്ള ആ വിചാരമുണ്ടല്ലോ. ഇത് ഈ മനസ്സെന്നുള്ള മൊത്തം സംവിധാനത്തിന്റെ വളരെ സൂക്ഷ്മമായ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ അറിയുന്ന, അല്ലെ നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സെന്ന് പറയുന്നത്. ഇതിന്റെ ഒരു വൈപുല്യമുണ്ട്. അത് മുഴുവൻ പ്രപഞ്ചമെന്ന ആ സംവിധാനത്തിന്റെ മനസ്സിന്റെ അകത്ത്, സൗരയൂഥത്തിന്റെ അകത്ത്, അങ്ങനെ അകത്തകത്ത് വന്നിട്ട് ഭൂമിക്കകത്ത്, മനുഷ്യരാശിക്കകത്ത്, മനുഷ്യനകത്ത്, ഇങ്ങനെയാണ് പോകുന്നത്. അതിന് മനുഷ്യന്റെ മനസ്സിനെയാണ് നമ്മൾ അറിയുന്നത്. ഭൂമിയുടെ മനസ്സിനെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? സംഭവങ്ങളായിട്ടും സാഹചര്യങ്ങളായിട്ടും. അത് ഭൂമിയുടെ സന്ദേശങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ആ സന്ദേശങ്ങളായിട്ട് മനസ്സിലാക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് നിയതി എന്നാണ്. നിയതമായ ക്രമം, ആ നിയതി എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. നമ്മൾ വളരെ വ്യാവഹാരികമായിട്ടുള്ള ഭാഷയിൽ നമ്മൾ അതിന് വിധി എന്നൊക്കെ വിളിക്കും. അതും ക്രമത്തിലാണ് പോകുന്നത്. നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചായിരിക്കില്ല കോശത്തിന്റെ മനസ്സ് പ്രവർത്തിക്കുക. കാരണം അതിനകത്താണ് നിൽക്കുന്നത് കോശത്തിന്റെ മനസ്സ്. ഇതുപോലെ തന്നെയാണ് അവബോധം എന്നുള്ളത്. പ്രപഞ്ചത്തിന്റെ അവബോധത്തിന്റെ അകത്താണ് ഭൗമ അവബോധം, അതിനകത്താണ് മനുഷ്യന്റെ അവബോധം എന്ന് പറയുന്നത്, അതിനകത്താണ് കോശത്തിന്റെ അവബോധം എന്ന് പറയുന്നത്. ഇത് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, ആരോഗ്യപരമായ കാര്യങ്ങളിൽ, പിന്നെ അതുപോലെ ആധ്യാത്മിക ബോധ്യങ്ങളുടെ കാര്യത്തിൽ ഒക്കെ ഇത് ഈ ഒരു തിരിച്ചറിവ് നമ്മളെ വല്ലാതെ സഹായിക്കും. അതുപോലെ തന്നെ ചൈതന്യം എന്ന് പറയുന്നതും പ്രപഞ്ചത്തിന്റെ ചൈതന്യത്തിനകത്താണ് ഭൗമ ചൈതന്യം, അതിനകത്താണ് മനുഷ്യന്റെ ചൈതന്യം, അതിനകത്താണ് കോശത്തിന്റെ ചൈതന്യം. അപ്പോൾ ഈ നെസ്റ്റഡ് ആയിട്ടുള്ള ഈ ഹൈറാർക്കി, ഒന്നിനുള്ളിൽ മറ്റൊന്ന് എന്നുള്ള ഘടനയുണ്ടല്ലോ, ആ ഘടനയിലാണ് ഇതെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ സിസ്റ്റങ്ങൾ എന്ന് പറയുന്നത്, ചെറിയ ഓരോ വ്യവസ്ഥയും വലിയ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. വലിയ വ്യവസ്ഥയ്ക്കകത്താണ് ചെറിയ വ്യവസ്ഥ. ചെറിയ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ വ്യവസ്ഥയുടെ ഭാഗമാണ്. എങ്ങനെയാണ് ഭാഗമാകുന്നത്? മോർ ദാൻ ദ ടോട്ടൽ എന്നുള്ളത് സംസാരിച്ചില്ലേ? ആ ടോട്ടാലിറ്റിയുടെ ഒരു ഭാഗം, ആ ടോട്ടാലിറ്റിയെ നിർമ്മിക്കുന്നതിലെ ഒരു ഭാഗം, ആ ടോട്ടാലിറ്റിയെ നിർമ്മിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ദൗത്യമുള്ള, ധർമ്മമുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ചെറിയ ഓരോ വ്യവസ്ഥയും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ജീവിതത്തിന് പർപ്പസ് ഉണ്ടെന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാം, ഭൂമിക്ക് ജീവനുണ്ടെന്നും ഏതാണ്ട് സമ്മതം വന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ ജീവനും ഭൂമിയുടെ ജീവനെ അതിജീവൻ എന്ന് നമ്മൾ പറയാം. നമ്മുടെ അകത്തുള്ളത് കോശത്തിന്റെ ജീവൻ. ഇപ്പൊ ഈ ജീവനുകളുടെ ഒരു പാളികളായിട്ടുള്ള ക്രമീകരണമായിട്ട് മനസ്സിലാക്കുക. പാളികൾ ചിലപ്പോൾ നമ്മളിപ്പോ ഒരു പൊതിച്ചോറുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യുക? അത് ഒരു ഇല വെച്ചിട്ട് അതിനകത്ത് ചോറ് ഇടും. ചില വിഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ ചോറിനകത്തിട്ട് അങ്ങോട്ട് മൂടി വെക്കും.
പിന്നെ മറ്റ് കറികളൊക്കെ വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് ഇലയിട്ട് മൂടും. അതിനുശേഷം പേപ്പർ കൊണ്ട് അതിനെ കവർ ചെയ്യും. എന്നിട്ട് അത് ലീക്കാകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്യും. അതിനുശേഷം അത് പിന്നെയും ലീക്കാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്തിടും. ഇതുപോലെ ലെയറുകൾ, പാളികളായിട്ട്, ജീവന്റെ പാളിപ്പായിട്ട് ഉള്ള ലെവലാണ്. അതിൽ ഒരു ലെവലാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേയേർഡ് ആയിട്ടുള്ള ക്രമീകരണത്തെ ജീവന്റെ ലേയേർഡ് ആയിട്ടുള്ള ക്രമീകരണമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈശ്വരനെയും ആന്തരിക ആത്മത്തെയും ഒക്കെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ കഴിയും. രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പാളികളെല്ലാം തമ്മിൽ പരസ്പര ബന്ധിതമാണ്, പരസ്പരം ആശ്രിതമാണ് എന്നുള്ളതാണ്. ഉപരിവ്യവസ്ഥ എന്നിൽ ആശ്രിതമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഉപരിവ്യവസ്ഥ ഇപ്പോ ഭൂമിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മനുഷ്യൻ, അല്ലേ? അതിന്റെ കാരണം എന്താ? നമ്മൾ അതുമായി കണക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതിനെയും ബാധിക്കും എന്നുള്ളത് കൊണ്ട്. അതിനെ റിവേർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു റിവേഴ്സിൽ കൊണ്ടുവരാനുള്ള ഒരു പാകം, പക്വത, മെക്കാനിസം, ആൽഗരിതം അതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ താഴെ പോകാതെ കഴിയുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും കൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് വെട്ടി നമ്മളെ ഇല്ലാതാകുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ താഴെ പോകാത്തത് ഭൂമിക്ക് ഉപരിവ്യവസ്ഥയുടെ ആ ശേഷിയുള്ളത് കൊണ്ട് അത് അതിന്റെ ശരീരത്തെയും ഘടനയെയും സംഘാടനത്തെയും അതിന്റെ ആസൂത്രണ സംവിധാനത്തെയും അതുപോലെ തന്നെ അതിന്റെ അവബോധത്തെയും അതിന്റെ ഊർജ്ജപ്രവാഹത്തെയും എല്ലാം നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. ഇതിന്റെ കേവലമായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ആൽഗരിതത്തെ മനസ്സിലാക്കാൻ തെർമോഡൈനാമിക്സ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ബയോളജിക്കൽ ലോസ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഫിസിക്സിലെ ഏതെങ്കിലുമൊക്കെ സിദ്ധാന്തങ്ങൾ നോക്കിയാൽ ഈ അവസ്ഥ നമുക്ക് മനസ്സിലാവും. പക്ഷെ കണ്ണ് തുറന്ന് സമഗ്രമായി വെച്ച് കാണാൻ നമുക്ക് കഴിയണം. അപ്പോ നെസ്റ്റഡ് ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു സംഭവം ഇതാണ്. കൂടുകൾക്കകത്ത് കൂടുകളായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അതിന് ഉപരിയായി നിൽക്കുന്നതിനെ നമ്മൾ മാക്രോ എന്ന് പറയും. വലുതിനെ മാക്രോ എന്ന് പറയും, മറ്റതിനെ മൈക്രോ എന്ന് പറയും. അതിന് ഈ നമ്മള് സംസ്കൃതത്തിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ വേറൊരു അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. സ്ഥൂലം സൂക്ഷ്മം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. നമുക്ക് ആ പദങ്ങൾ തന്നെ ഇവിടെ ഉപയോഗിക്കാം. പക്ഷെ അവിടെ സ്ഥൂലം എന്ന് പറയുന്നത് സ്ഥൂലമായിട്ടുള്ള ഘടനാപരമായിട്ട് കാണുന്നതിനെ സ്ഥൂലമെന്നും ഘടനാപരമായിട്ട് കാണാൻ കഴിയാത്തതിനെ സൂക്ഷ്മമെന്നും പറയുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ നമ്മൾ മാക്രോ മൈക്രോ എന്ന് പറയുന്നത്, മാക്രോ എന്ന് വെച്ചാൽ വിപുലമായത്, മൈക്രോ എന്ന് വെച്ചാൽ സൂക്ഷ്മമായത്. അപ്പോൾ വിപുലമായതും സൂക്ഷ്മമായതും ആയിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അത് ഭൂമി വിപുലമായത്, മനുഷ്യൻ സൂക്ഷ്മമായത്, അല്ലെങ്കിൽ പ്രപഞ്ചം വിപുലമായത്, ഭൂമി സൂക്ഷ്മമായത്, ആ അർത്ഥത്തിൽ കാണുക. അപ്പോ മാക്രോ മൈക്രോ, ഈ മാക്രോയുടെ ചെറിയ പതിപ്പാണ് മൈക്രോ. ഇപ്പൊ മനുഷ്യന്റെ കോശം എടുക്കുക, ഞാൻ എന്നുള്ള ശരീരത്തെ നിർമ്മിച്ചിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാം, അല്ലെ? അവയവങ്ങൾ ഉണ്ടാക്കിയുള്ളത് കലകൾ കൊണ്ട്, കലകൾ ഉണ്ടാക്കിയുള്ളത് കോശങ്ങൾ കൊണ്ട്. എന്റെ സ്വഭാവം തന്നെ ആയിരിക്കും ഈ കോശങ്ങൾക്കും ഉണ്ടാവുക. എന്റെ അടിസ്ഥാന സ്വഭാവങ്ങളെല്ലാം തന്നെ എന്റെ കോശത്തിനുണ്ടാവും. അതിനെ നമ്മൾ ഒരു എന്താ പറയാ, ഹോളോൺ എന്നുള്ളൊരു പേരിട്ടാണ് നമ്മൾ വിളിക്കാറ്. ഇന്റഗ്രൽ പ്രൊപ്പോർഷൻ എന്ന ഒരു പദം കൂടെ ഒളിമ്പസ് അതിന് പറയാറുണ്ട്. ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനാലിറ്റി അതിനകത്തുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ഹോളോൺ എന്ന് വിളിക്കുന്നത്. അതായത് വലിയൊരു സംവിധാനത്തിന്റെ അകത്തുള്ള ഒരു ഭാഗത്തിന് വലുതിന്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മുഴുവൻ സ്വഭാവം ഉണ്ടാവണമെന്നല്ല, വലുതിന്റെ സ്വഭാവങ്ങൾ അതിനുണ്ടായിരിക്കും. വേറൊരു രൂപത്തിൽ, ഫ്രാക്ടൽ തിയറിയിൽ വേറൊരു രൂപത്തിൽ ഇതിനെ പറയുന്നുണ്ട്. അതായത് വലിയൊരു സാധനത്തിന്റെ ഒരു പാർട്ടിനെ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വിളിച്ച് നോക്കിയാൽ വലുതിനെ തന്നെ കാണാമെന്ന്. വലുതിനെ അങ്ങനെ തന്നെ കാണും. ഇപ്പൊ എന്റെ ഒരു കോശത്തെ എടുത്തു നോക്കിയാൽ എന്റെ ഈ നരച്ച താടിയും മുടിയും മീശയും ഒക്കെ കാണും എന്നല്ല അതിനർത്ഥം. ആ വിപുലമായ ഒരവസ്ഥയുടെ സൂക്ഷ്മാംശത്തെ അവിടെ കാണാം, ഇതിന്റെ സ്വഭാവത്തെ അവിടെ കാണാം എന്നുള്ളതാണ്. അപ്പോ മാക്രോ എന്ന് പറയുന്ന ആ യൂണിവേഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉപരിവ്യവസ്ഥ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധാനത്തിന്റെ തന്നെ ചെറിയ രൂപമാണ് മൈക്രോ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എന്നുള്ളത്. ആസ് വിത്തിൻ സോ വിത്തൗട്ട് എന്നാണ് അതിനെക്കുറിച്ചുള്ള മറ്റൊരു ചൊല്ല്. എങ്ങനെയാണോ നമുക്ക് അകത്തുള്ളത് അങ്ങനെ തന്നെയാണ് പുറത്ത്. അപ്പൊ അകത്തുള്ളത് നോക്കിയാൽ മതി, അകത്തുള്ളത് കണ്ടാൽ മതി. ആ അകത്തുള്ളത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ അകത്തൊരു സമഗ്രത എന്നൊരു കാര്യമുണ്ടെന്ന്. ഒരു ഇന്റഗ്രൽ ആയിട്ടുള്ള പ്രൊപ്പോർഷൻ നമുക്ക് അകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഇന്റഗ്രൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വലിയ പ്രൊപ്പോർഷന്റെ വലിയ മഹാസംവിധാനത്തിന്റെ മാക്രോയുടെ തന്നെ പതിപ്പാണ് നമ്മുടെ വ്യക്തിയിലുള്ള സംവിധാനം. അപ്പോൾ മാക്രോയിലുള്ള എന്തിന്റെയൊക്കെയാണ്? ഭൗതികം മാത്രമല്ല,
അതിന്റെ സംഘാടനം, അതിന്റെ ധർമ്മവ്യവസ്ഥ, അതിന്റെ ജ്ഞാനവ്യവസ്ഥ, അതിന്റെ ചൈതന്യ വ്യവസ്ഥ, ഇതെല്ലാം ആ വ്യവസ്ഥയുടെ ടോട്ടാലിറ്റിയാണ് നമ്മൾ സമഗ്രത എന്ന് പറഞ്ഞത്. ആ പ്രപഞ്ചത്തിന്റെ സമഗ്രത എന്താണ്, അത് തന്നെ നമ്മുടെ ശരീരത്തിലും കാണാം. നമ്മുടെ സമഗ്രത നഷ്ടമാകുന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുമല്ലോ, മരണം എന്നുള്ളത്. നമ്മുടെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ മരണം എന്ന് പറയുക. അത് കഴിഞ്ഞാൽ എന്താണ്ടാവും, അത് ഉപരിവ്യവസ്ഥയിൽ വിലയം പ്രാപിക്കും. അപ്പോ ഈ നെസ്റ്റഡ് ഹൈറാർക്കി എന്നുള്ള ആ ഒരു ക്രമത്തെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രകൃതിയിൽ നിന്നും വേറിട്ടതല്ല, പ്രകൃതിയുടെ മുകളിലല്ല. ഈ പിരമിഡിന്റെ ഏറ്റവും ടോപ്പിൽ ഇരുന്നിട്ട് നമ്മൾ ഇതിനെ ഒരു അതോറിറ്റേറിയൻ സങ്കല്പത്തിലേക്ക് കൊണ്ടുപോകലല്ല വേണ്ടത്. നമ്മൾ ഇതിന്റെ ഒരു പാർട്ടാണ്. നമ്മുടെ ഓരോ പാർട്ട്, നമ്മളാകുന്ന പാർട്ട് വലിയ സമഗ്രതയുടെ ഭാഗമാണ്. ആ വലിയ സമഗ്രതയുടെ ഭാഗമാണ്. വലിയ സംവിധാനത്തിന്റെ ഭാഗം എന്നുള്ളതിനേക്കാളും സമഗ്രതയുടെ ഭാഗമാണെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് ഈ പങ്കാളിത്തമാണ്, ഈ കണ്ണിയാകലാണ്. ശരിയായ സ്ഥാനം എന്ന് പറയുന്നത് ഈ കണ്ണിയാകലാണ്. ഈ വലിയ ഒരു പാളിയായിട്ട് അടുക്കി വെച്ചിട്ടുള്ള ഇടയിലൊരു പാളി, അതിന്റെ അധിപനാണെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. പങ്കാളി എന്നുള്ള ബോധമാണ് യഥാർത്ഥ ബോധം. അവിടെയാണ് നമുക്ക് കൈകോർക്കാൻ അറിയേണ്ടത്, നമ്മൾ ആദരിക്കേണ്ടത്, നമുക്ക് വണങ്ങി നിൽക്കേണ്ടത്, വിനയം ഉണ്ടാകേണ്ടത്, ലാളിത്യം ഉണ്ടാകേണ്ടത്, ലളിതമായി തന്നെ പോകേണ്ടത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകരുത് എന്ന്. ഇടതുവശം ചേർന്ന് പോവുക എന്ന് നമ്മളെ വാഹനത്തിന്റെ നിയമത്തിലുണ്ട്. പക്ഷെ ഇടതുവശം ചേർന്ന് പോകരുത്, കാരണം നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അതേപോലെ നമ്മൾ ലളിതമാവുക എന്ന് വെച്ചാൽ എത്രത്തോളം ലളിതമാകാൻ കഴിയുമോ അത്രത്തോളം ലളിതമാവുക. നമുക്ക് ആ പണി അറിയില്ല, ലളിതമാകാൻ നമുക്കറിയില്ല. നമ്മൾ ആ ലളിതമാകുന്നതിന്റെ പാരമ്യത്തിൽ നമ്മൾ ലളിതമായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം താഴെ തട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ലളിതമാകുന്നതിന് ഒരു പരിധിയുണ്ട്. അവൻ ആ അറ്റത്ത് പോയി ജീവിക്കാൻ കഴിയില്ല, അവിടെയാണ് ചെല്ലാൻ കഴിയുക. ഇനി നാളെ ഇവിടെ വലിയ വിപുലമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇതിലും ലളിതമാകേണ്ടി വരും. ആ യാത്രയ്ക്ക് മുമ്പുള്ള തിരിച്ചറിവാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നെസ്റ്റഡ് ഹൈറാർക്കിയിലെ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ജീവിയായിട്ട് നമ്മളെ ബോധ്യപ്പെടേണ്ടി വരും. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഏറ്റവും താഴെയല്ല, നമ്മൾ ജീർണിച്ചു പോയിട്ടില്ല. അതിനു മുമ്പ് സൂക്ഷ്മജീവികളുടെ അർത്ഥത്തിൽ നമ്മൾ ജീർണിച്ചു പോയിട്ടില്ല. അതിനു മുമ്പ് നമ്മളിപ്പോ ഈ ഭൗമപാളിക്കകത്ത് അവയവപാളിയുടെ മുകളിൽ ആയി നിൽക്കുന്ന ഒരു സത്തയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടുമുകളിലെ സത്തയാണ് മനുഷ്യ സമൂഹമെന്നോ ഗോത്രമെന്നോ കമ്മ്യൂണിറ്റി എന്നോ ഫാമിലി എന്നൊക്കെ വിളിക്കുന്ന അതിന്റെ ഇടയിലുള്ളൊരു തലമാണ്. ഈ ഒരു ക്രമം മനസ്സിൽ കേട്ടുക. ഇതിന്റെ ഇടയിൽ ഒരു കണ്ണിയായിട്ട് നിങ്ങളെ സങ്കല്പിക്കുക. അവിടെ നിന്നുകൊണ്ട് ലോകത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാവും, നമ്മൾ എത്ര സിമ്പിളാണെന്ന്, നമ്മൾ എത്ര ചെറുതാണെന്ന്. ആ ചെറുപ്പത്തിൽ നിന്ന് വേണം ലോകത്തെ കാണാൻ, ജീവനെ കാണാൻ, ജീവിതത്തെ കാണാൻ. അത് കാണാനുള്ള ബോധ്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ. തുടർന്നുള്ള വിഷയങ്ങളിൽ ബാക്കി വിശദീകരണങ്ങൾ തരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.